സംഗമ ഗ്രാമ നാട്യരംഗമിതാ സംഗമ ഗ്രാമ നാട്യരംഗമിതാ ശതകാർത്ഥ സംഗമം ആഘോഷിപ്പൂ തുംഗശോഭം തുംഗശോഭം സ്വാഗതം 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 സുവർണവുമായി ബന്ധപ്പെട്ട് സമാപനത്തിൻ്റെ ആദ്യ നാട്യരംഗം ആരംഭിക്കുകയാണ്. കലിവിധൂനനം എന്ന ഒരു പുതിയ നാടകത്തിൻ്റെ രംഗാവിഷ്കാരമാണ് ഡോക്ടർ അമ്മന്നൂർ രജനീഷ് ചാക്യാർ സംഘവും ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. മാധവ മാതൃഗ്രാമത്തിൻ്റെ സഹകരണത്തോടുകൂടി ഇന്ന് അരങ്ങേറുന്ന കവി ഭട്ടനാരായണ സുദർശനൻ്റെ നാടകത്തിൻ്റെ 5ാം അംഗം ആണ് ഇന്ന് അരങ്ങേറുന്നത്. ഒരു പുതിയ കോറിയോഗ്രാഫി ഇല്ലെങ്കിൽ പുതിയ രംഗനിർമ്മിതി എന്നുള്ളത് നമ്മുടെ ഈ അരങ്ങിൻ്റെ നാട്യോത്സവവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു സദ്ഫലങ്ങളിലൊന്നായി ഏകദേശം 2 കൂടിയാട്ടരങ്ങുകളും ഒരു നങ്ങ്യാർ കൂത്തരങ്ങും ഒപ്പം മറ്റ് നൃത്താവതരണങ്ങളും സംഗീതാവതരണങ്ങളും ഉണ്ട്. എല്ലാവിധ ശുഭപ്രതീക്ഷയോടുകൂടി ഇതിൻ്റെ ആമുഖ പ്രഭാഷണത്തിനായിട്ട് ഡോക്ടർ ഭദ്ര രജനീഷിനെ സ്വാഗതം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. രാജാ നളോ നയജയാർജവ കീർത്തിശാലി ഇന്ദ്രാഗ്നിപാശി ജലരാജ പരീക്ഷിതോ യഃ ഭൈമീ സമാഗമ സമാർജിത തോഷരാശി നിത്യം കലൗ കലിമലാദവദാത് ഗുണാഢ്യ എന്ന് നളനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു അരങ്ങുതളി ശ്ലോകത്തോടു കൂടിയാണ് ഇന്നത്തെ അവതരണം ആരംഭിക്കാനുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നത്. നള കഥ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും പോലെ എനിക്കും അല്ലെങ്കിൽ കുറച്ച് വിസ്തൃതമായിട്ടുള്ള ദൃഷ്ടിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കലാസ്വാദകരായിട്ടുള്ള എല്ലാ മലയാളികൾക്കും നളൻ്റെ കഥ അല്ലെങ്കിൽ ദമയന്തിയുടെ കഥ എന്ന് പറഞ്ഞാൽ ഉണ്ണായി വാര്യരുടെ നളചരിതമല്ലാതെ മറ്റൊന്ന് മനസ്സിൽ വരില്ല എന്നുള്ളത് അതുതന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി. അതെ, വാസ്തവം അതെ. എല്ലാവർക്കും അറിയാം, ടീച്ചർ വിധുനത്തിനെ കുറിച്ച് വളരെ വിസ്തരിച്ചൊരു രസകരമായിട്ടുള്ള രീതിയിൽ ആ നാടകം മുഴുവൻ പരിചയപ്പെടുത്തുന്നുണ്ടായി. അപ്പോൾ തുടക്കത്തിൽ സംസ്കൃത സാഹിത്യത്തിലെ നള കഥകളെക്കുറിച്ച് ചെറുതായിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ആശ്രയമായിട്ടുള്ള ടെക്സ്റ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മഹാഭാരതത്തിലെ ഒരു ഭാഗമായിട്ടുള്ള നളോപാഖ്യാനമാണ്. കുറച്ച് അധ്യായങ്ങളിലായിട്ട് ഏറ്റവും ചുരുക്കി സാരവത്തായിട്ട് നളകഥ പറഞ്ഞിരിക്കുന്നതാണ് നളോപാഖ്യാനം എന്നുള്ള ഭാഗം മഹാഭാരതത്തിൽ. അപ്പോൾ നേരത്തെ ടീച്ചർ സൂചിപ്പിച്ച പോലെ നമുക്ക് ഒരു വിത്തിൽ നിന്ന് എത്ര വലിയ മരം വേണമെങ്കിൽ ഉണ്ടാവുന്നത് ചെറിയൊരു വിത്തുന്നാന്ന് പറയുന്നത് പോലെ
ഈ നമ്മുടെ നളചരിതം എന്ന് പറയുന്ന ഒരു വൻമരം ഉണ്ടായിട്ടുള്ള വിത്ത് നളോപാഖ്യാനമാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്തൊരു വെർഷൻ എന്ന് പറയുന്നത് ശ്രീഹർഷൻ എന്നുള്ള നിപുണനായിട്ടുള്ള കവി അദ്ദേഹത്തിൻ്റെ നൈഷധീയ ചരിതം എന്ന് പറയുന്ന മഹാകാവ്യം, സംസ്കൃതത്തിലെ പഞ്ചമഹാകാവ്യങ്ങളിൽ ഒന്നാണ് ശ്രീഹർഷൻ്റെ നൈഷധീയ ചരിതം. അതിനെക്കുറിച്ച് അതിൻ്റെ വിദ്വത്തയെക്കുറിച്ചൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്താമണി മന്ത്രം എന്ന് പറഞ്ഞൊരു മന്ത്രമുണ്ട് അത്രേ. അത് വളരെ വിശേഷപ്പെട്ട മന്ത്രമാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അത് അറിയുന്ന ആളുകൾ വളരെ അപൂർവമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു തവണ നൈഷധീയ ചരിതം വായിച്ചു കഴിഞ്ഞാൽ ഒരു തവണ ഈ മന്ത്രം ചൊല്ലിയ ഫലം കിട്ടും എന്നൊരു ചൊല്ല് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ചിന്താമണി മന്ത്രം എന്ന് പറയുന്നത് ഈ വിദ്വത്തയുടെയും അല്ലെങ്കിൽ പ്രതിഭയുടെയൊക്കെ വളരെ അതിന് മുൻതൂക്കമുണ്ടാക്കുന്ന ഒരു ഉപാസനയുടെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് എന്താണ് മന്ത്രം എന്നറിയില്ല, അതിൻ്റെ പ്രത്യേകതകൾ അറിയില്ല. പക്ഷെ ഇങ്ങനൊരു കഥ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും പാണ്ഡിത്യത്തിൽ കേമനായിട്ടുള്ള ആളാണ് ഈ നൈഷധീയ ചരിതത്തിൻ്റെ കർത്താവ്. അതുപോലെ തന്നെ നമുക്കത് ആ കാവ്യം വായിച്ചാലും മനസ്സിലാവും. നമുക്ക് നമ്മളുടെ കണ്ണിലുള്ള നളചരിതം പോലെയല്ല, അതിനേക്കാൾ ഉപരി അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തിനെ വളരെയധികം നമുക്കതിൽ കഥയുടെ കൂടെ പാണ്ഡിത്യവും വളരെയധികം നമുക്ക് കാണാൻ പറ്റും. അത് വേറൊരു തരത്തിലുള്ള ആഖ്യാനമാണ്. വായിച്ച് അതിൻ്റെ ഉള്ളടരുകളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മറ്റൊരു ആഖ്യാനമാണ് നൈഷധീയ ചരിതം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഉണ്ണായി വാര്യർക്ക് മാതൃകയായിട്ടുണ്ടാവുക നളോപാഖ്യാനവും നൈഷധീയ ചരിതവും തന്നെയാവും എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണ്. അതിനുശേഷം ഒരുപാട് കാവ്യങ്ങളും നാടകങ്ങളും മറ്റു തരത്തിലുള്ള പലതരം ആഖ്യാനങ്ങളും ഈ ഒരു ഇതിവൃത്തത്തിൽ വന്നു. ചമ്പുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ചമ്പുവിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളത് നളചമ്പു എന്ന് തന്നെ പേരുള്ള ഒരു ചമ്പുകാവ്യമാണ്. ചമ്പുകാവ്യത്തിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഗദ്യപദ്യമയമാണ് ചമ്പു എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ നളചമ്പു വളരെ പ്രസിദ്ധമായിട്ടുണ്ട്. കാവ്യങ്ങൾ ധാരാളമുണ്ട്. നളോദയം പോലെയൊക്കെയുള്ള ധാരാളം കൃതികളുണ്ട്. പിന്നെ നൈഷധാനന്ദം, കലിവിഡംബനം, നളചരിത്രം തുടങ്ങി ധാരാളം നാടകങ്ങളുണ്ട്. 2-3 വളരെ വിസ്തരിച്ച മേഖലയിലേക്ക് പോകണ്ടെന്ന് വെച്ചിട്ട് വളരെ ചുരുക്കം ചില ടെക്സ്റ്റുകളുടെ പേര് മാത്രം ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വളരെ അടുത്ത് കയ്യിൽ തടഞ്ഞിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് കലിവിധൂനനം എന്ന് പറയപ്പെടുന്നത്. അതിനെക്കുറിച്ച് ടീച്ചർ കഥയുമെല്ലാം വിശദീകരിച്ചു. 10 അംഗങ്ങളിലുള്ള വിസ്തൃതമായിട്ടുള്ളൊരു കൃതിയാണ് എന്നുള്ളത് വിസ്തരിച്ചു പറഞ്ഞു കഴിഞ്ഞു ടീച്ചർ. അപ്പോൾ ഇതിനുണ്ടായ സാഹചര്യം നമുക്കൊക്കെ അറിയുന്നതാണ്. സുവർണത്തിൻ്റെ കഥകളി ക്ലബിൻ്റെ 50ാം വാർഷികത്തിനോടനുബന്ധിച്ച് നള കഥാഖ്യാനങ്ങൾ പല കലാരൂപങ്ങളിൽ നടത്തുന്നു എന്നുള്ളൊരു തീമുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു ഉദ്യമത്തിലേക്ക് നമ്മൾ എത്തുന്നത്. എനിക്കൊരു പ്രശ്നമുള്ള എന്താ വെച്ചാൽ നടക്കുമ്പോഴും കിടക്കുമ്പോഴൊക്കെ നളചരിതത്തിലെ പദങ്ങൾ കേട്ട് നടക്കുന്ന ഒരു സൂക്കടുള്ള ഒരാളാണ്. അപ്പം ഇത് ഉള്ളിലിങ്ങനെ കിടക്കണുണ്ട്. പിന്നെ നളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മിക്ക നമ്മുടെയൊക്കെ കാലം വരെയുള്ള ആളുകളുടെ പോലെ തന്നെ നളൻ വെച്ചാൽ ഗോപ്യാശ എന്നുള്ളൊരു എന്താ പറയുക രൂപകവും നമ്മുടെ മനസ്സിലുണ്ട്. അപ്പം അങ്ങനെ കുറേ കണ്ടിട്ടും കേട്ടിട്ടുള്ള ഇതുണ്ട്. എന്നാൽ പോലും എനിക്ക് വലിയ മോഹമാണ് നൈഷധീയ ചരിതവും നളചരിതവും നന്നായിട്ട് ഒന്ന് പഠിക്കുക എന്നുള്ള മോഹം വളരെ കാലമായിട്ടുണ്ട്. വെറുതെ അല്ല, അതിനെ ഉള്ളറിഞ്ഞ് പഠിക്കണം എന്നുള്ളൊരു മോഹമുണ്ട്. അപ്പം ഈ പലതവണ ഉണ്ണായി വാര്യരുടെ കാവ്യം കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ അതിനോട് വല്ലാത്തൊരു ആസക്തി തോന്നും ചില സമയത്ത്. അപ്പോൾ ഓരോരോ നളചരിതത്തിൻ്റെ പ്രത്യേകതയും നമ്മളെല്ലാവരും പറയണത് അത് തന്നെയാണ്. മനുഷ്യൻ്റെ മനസ്സിൻ്റെ അവസ്ഥകളെ ഇത്രയും നന്നായിട്ട് കാണിക്കുന്ന ഒരു കാവ്യം നമ്മളുടെ ഇടയിൽ വേറെ ഇല്ല എന്നുള്ളത് നമ്മളെല്ലാവരും പറയാറുള്ളത്. അപ്പോൾ അതിനെ ഇങ്ങനെ എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് കൊണ്ടുവരാം എന്നുള്ള ചിന്ത പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ കുറച്ച് കാലമായിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനുള്ള ശ്രമവും ചെറുതായിട്ട് ഞാൻ പറയണമെന്ന് വിചാരിച്ചായിരുന്നല്ല. പക്ഷേ ടീച്ചറുടെ ഒരു പേപ്പറിൻ്റെ അനുബന്ധമായിട്ട് ടീച്ചർ നളചരിതത്തിനെ
ഇതിവൃത്താക്കിയിട്ടുള്ള നാടകങ്ങൾ ചെയ്യുന്നതിൻ്റെ പ്രതിസന്ധികളെക്കുറിച്ചും കൂടെ ടീച്ചർ സംസാരിച്ചല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ചെറുതായിട്ട് എഴുതാൻ തുടങ്ങി വെച്ചിട്ടുണ്ട്. അതെന്ന് പൂർത്തിയാക്കാൻ സാധിക്കും എന്നൊന്നും യാതൊരു ധാരണയില്ല. എനിക്ക് അങ്ങനത്തെ ഒരു നിർബന്ധങ്ങളൊന്നുമില്ല. തോന്നുമ്പോൾ എഴുതുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ തുടങ്ങി വെച്ചിട്ടുണ്ട്. അതിന് ഉണ്ണായിവാർ തന്നെയാണ് നമ്മുടെ മാനസഗുരു എന്നുള്ളതിൽ സംശയവുമില്ല. അപ്പം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് മനസ്സിൽ കണ്ടാലും അത് അവിടേക്ക് തന്നെ പോവുള്ളൂ. അപ്പം അങ്ങനെ പല നാടകങ്ങൾ നോക്കുമ്പോഴും നമുക്ക് തൃപ്തി കിട്ടില്ല. നമ്മുടെ കുഴപ്പമാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ കണ്ടും കേട്ടും ശീലിക്കണതും വായിക്കണതും നളചരിതമാവുകൊണ്ട് നമുക്കിത് എന്ത് കണ്ടാലും ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ ഇതിനെ ഇത് ശരിയാവില്ല. ഏതെങ്കിലും ഒരു നാടകത്തിൽ ഒരു ഭാഗം പറ്റും തോന്നിയാൽ അടുത്ത ഭാഗത്തിൽ അത് വേറൊരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഹംസമില്ലാത്തൊരു നാടകം നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചില നാടകങ്ങൾ കാണുന്നുണ്ടായി. നളചരിതത്തിൽ നമ്മളുടെ കണ്ണിലൊരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ളൊരു ദൗത്യം നിറവേറ്റുന്ന ഹംസം ഇല്ലാത്ത നാടകങ്ങൾ കാണുന്നുണ്ടായി. ചിലതിൽ ഹംസത്തിൻ്റെ വാക്യം നേപഥ്യത്തിൽ അണിയറയെന്ന് ചൊല്ലുന്നതായിട്ടുള്ള ചില നാടകങ്ങൾ കാണുന്നുണ്ടായി. അങ്ങനെ പലതരം പോരായ്മകൾ നമുക്ക് ഈ നളചരിതത്തിൻ്റെ കണ്ണുകൊണ്ട് നമ്മൾ കാണുമ്പോൾ ഏത് നാടകം എടുത്ത് നോക്കിയാലും നമുക്ക് പല പ്രശ്നങ്ങളും ഫീൽ ചെയ്യും. ചിലതിൽ കലി അങ്ങനെ കൃത്യമായിട്ട് ആയിട്ട് വരാത്ത നാടകങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് നാടകങ്ങൾ നോക്കുമ്പോഴൊക്കെ അതിനൊക്കെ നമുക്ക് കോട്ടം കാണാൻ സാധിക്കും. അത് നമ്മുടെ ഒരു ശീലത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. അത് വീണ്ടും പറയാം. അപ്പം അങ്ങനെ ഈ കലി എന്നുള്ള കഥാപാത്രത്തിനെ അവതരിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിന് ഒട്ടും പറയാതിരിക്കാൻ സാധിക്കില്ല. കുറച്ച് അടുത്ത കാലത്ത് കലാമണ്ഡലം ഗിരിജ ടീച്ചറുടെ നേതൃത്വത്തിൽ നൈഷധാനന്ദം എന്ന് പറയുന്ന ക്ഷേമീശ്വരൻ്റെ നാടകത്തിലെ 6-ാം അംഗത്തിലെ ഭാഗമാണെന്നാണ് എൻ്റെ ഓർമ്മ. ഒരു ഭാഗം, അതായത് കലി നളനിൽ നിന്നും ഒഴിവായി പോകുന്ന ഭാഗം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ടീച്ചറുടെ ഡയറക്ഷനിൽ സൂര്യചേട്ടൻ നളനായിട്ടും കലാമണ്ഡലം കൃഷ്ണേന്ദു ചേച്ചി ദമയന്തിയായിട്ടും രജനീഷ് കലിയായിട്ടുമാണ് അന്ന് അരങ്ങത്ത് വന്നത്. അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലം കൂടെ ഈ ഒരു കലി എന്നുള്ള കഥാപാത്രത്തിൻ്റെ അവതരണത്തിന് മുൻപുണ്ട്. അത് ദമയന്തിയുടെ നിർവഹണമൊക്കെ ആയിട്ടാണ്. അത് കുറച്ച് 2-3 ദിവസങ്ങളോട് നീണ്ടു നിന്നിട്ടുള്ള അവതരണമായിട്ടാണ് അന്ന് ടീച്ചർ അത് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു പൂർവ്വചരിത്രം എന്നുള്ള നിലയിൽ ആ ഒരു അവതരണത്തിനെ പറയാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല. കാരണം കൂടിയാട്ടത്തിൻ്റെ ഒരു മേഖലയിൽ നളനും ദമയന്തിയും കലിയും ഈ 3 കഥാപാത്രങ്ങൾ ആദ്യമായിട്ട് ടീച്ചറുടെ ഒരു മാർഗ്ഗനിർദ്ദേശത്തിൽ ടീച്ചറുടെ സംവിധാനത്തിലാണ് ആദ്യമായിട്ട് അരങ്ങത്ത് വന്നത്. അപ്പോൾ ഈ കലിയുടെ അന്ന് ചെയ്ത ഭാഗത്തിൽ കലി ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയി എല്ലാ പ്രഭാവങ്ങളും നഷ്ടപ്പെട്ട് ഒരു പരവേശത്തോടു കൂടിയിട്ടുള്ള അല്ലെങ്കിൽ പരാധീനായിട്ടുള്ള കലിയാണ് അന്ന് അരങ്ങത്ത് വന്നത്. പക്ഷേ നമുക്ക് നമ്മുടെ എല്ലാ അടോപത്തോടും കൂടെ നമ്മൾ അരങ്ങിൽ കാണാറുള്ള ഒരു കലി ഉണ്ടല്ലോ, ആ കലി അല്ല അന്ന് ചെയ്തിട്ടുള്ള ഭാഗത്തിൽ. അപ്പോൾ ആ ഒരു കലിയാണ് ഇപ്പോൾ ക്ലബിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ കലിയെ ആവിഷ്കരിക്കണം എന്നുള്ള പറഞ്ഞ സമയത്ത് അങ്ങനെയുള്ളൊരു കലിയെ കൊണ്ടുവരാനുള്ളൊരു ശ്രമമാണ് നോക്കിയത്. അപ്പം അങ്ങനെ പല ടെക്സ്റ്റുകളും നോക്കിയപ്പോൾ ചിലതിൻ്റെ പേരേ കിട്ടുന്നുള്ളൂ. ഇന്ന ടെക്സ്റ്റ് ഉണ്ടെന്ന് കേൾക്കും, അത് തപ്പിയാൽ കിട്ടില്ല. അപ്പം അതിൽ നമ്മളെ വലിയ സഹായം ചെയ്തിട്ടുള്ളത് ഇൻ്റർനെറ്റ് ആർക്കൈവ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥശേഖരം തന്നെയാണ്. അപ്പം അങ്ങനെ പലതും തപ്പുന്ന കൂട്ടത്തിലാണ് ഈ കലിവിധൂനനം എന്ന് പറയുന്ന നാടകം കിട്ടിയത്. അപ്പോൾ ആ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല. ഈ നാരായണ ശർമ്മ എന്ന് പറയുന്ന ആൾ നാടകത്തിൻ്റെ അംഗങ്ങളുടെ അവസാനത്തിൽ ഭട്ടശ്രീ നാരായണ സുദർശന പണ്ഡിതൻ എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പേര് കൊടുക്കണേ. പക്ഷെ ആ കുറിപ്പിൻ്റെ ചെറിയൊരു കുറിപ്പ് തുടക്കത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അവസാനത്തിൽ നാരായണ ശർമ്മ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ 63ാമത്തെ നാടകമാണ് അത് എന്ന് പറഞ്ഞിട്ടാണ് ആ കുറിപ്പിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വളരെ അടുത്ത കാലത്ത് 20-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോട് കൂടിയിട്ടോ അല്ലെങ്കിൽ ആദ്യങ്ങളിലൊക്കെ ആയിട്ട് എഴുതിയതാവണം എന്നാണ് അത് വായിച്ചപ്പോൾ തോന്നിയത്. അപ്പോൾ ടീച്ചർ പറഞ്ഞ പോലെ ഒരുപാട് ന്യൂനതകൾ നമുക്ക് നമ്മുടെ ഒരു തിയേറ്റർ സെൻസിൽ ഒരുപാട് പ്രശ്നങ്ങൾ തോന്നുന്ന നാടകമാണ്. അപ്പോൾ താരതമ്യേന നമുക്ക് അരങ്ങത്ത് അവതരിപ്പിക്കാൻ പറ്റുന്നൊരു ഭാഗമായിട്ട് തോന്നിയൊരു ചെറിയൊരു ഭാഗം, ഒരു വിഷ്കംഭത്തിൻ്റെ ഭാഗം സെലക്ട് ചെയ്തു. നേരത്തെ മധുവേട്ടൻ ചോദിച്ച പോലെ പൊതുവെ അങ്ങനെ വിഷ്കംഭത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ കാണാറില്ല. ഇത് 1-ാം അംഗം തന്നെ കലിയാണ് ഇതിൽ പ്രധാന കഥാപാത്രം. നാരദൻ പറഞ്ഞു കേട്ടിട്ട് കലിക്ക് ദമയന്തിയോട് തോന്നുന്ന ഒരു ആസക്തിയും അതിനെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് 1-ാം അംഗത്തിൽ വരുന്നത്. അപ്പോൾ കലി ഇതിലൊരു പ്രധാന കഥാപാത്രം തന്നെ. മിക്ക അംഗങ്ങളിലും കലി വരുന്നുണ്ട്. ഇല്ലാത്ത കുറച്ച് അംഗങ്ങളുണ്ട്, പക്ഷെ എന്നാലും ഒരു സാന്നിധ്യം അവിടെ ഉണ്ട് കലിയുടെ. അപ്പോൾ ഇങ്ങനൊരു ഭാഗം കിട്ടി. അത് നമ്മളെല്ലാവരും കൂടെ രമേശ് ചേട്ടനായിട്ടും വിജയേട്ടനായിട്ടും നമ്മളെല്ലാവരുമായിട്ട് കുറേ സംസാരിച്ച് ഇപ്പോഴുള്ളൊരു രൂപത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പ്രവേശിക്കുന്നത് ഒരു ആളാമ പ്രവേശക ശ്ലോകത്തോടു കൂടിയിട്ടാണ്. അധർമ്മവംശ കീലോസൗ ക്രോധഹിംസാ സമുത്ഭവ കരാളശ്ചാഞ്ജനാഭോയം
ദ്യൂതാദിഷു കൃതാശ്രയ. അപ്പോൾ അത് കൽക്കി പുരാണത്തിൽ കലിയെക്കുറിച്ച് വർണ്ണിക്കുന്ന ചില ഡിസ്ക്രിപ്ഷൻസ് വെച്ചിട്ട് എഴുതിയിട്ടുള്ളൊരു ശ്ലോകമാണ് അളാമ ശ്ലോകം. അപ്പോൾ നാടകത്തിൽ ഇതിന് കൈതവം എന്നാണ് ഈ അംഗത്തിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. നമ്മളത് അട്ടപ്രകാരത്തിൽ കലികൈതവാംഗം എന്നാക്കിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രവേശിച്ചിട്ടുള്ള ക്രിയകൾക്കൊക്കെ ശേഷം കലി ചില ദുശ്ശഗുണങ്ങൾ കാണുന്നതായിട്ട് നടിക്കുന്നു. ഗൗളിയുടെ ശബ്ദം, നമ്മുടെ നടപ്പുള്ള ചില വിശ്വാസങ്ങളുണ്ടല്ലോ, അതുപോലെ കാക്കകളുടെ സുരതം, തെക്കോട്ട് പാമ്പ് പോകുന്നു, പിന്നെ ഈ കണ്ണ്, പുരുഷന്മാർക്ക് ഇടത്തെ കണ്ണും കൈയൊക്കെ ഇളകുന്നത് അശുഭമാണെന്നുള്ള ഒരു ചിന്ത. അപ്പം അങ്ങനെയുള്ള കുറേ അശുഭ ലക്ഷണങ്ങൾ കലി കാണുന്നതായിട്ട് നടിക്കുന്നു. അപ്പോൾ കലി പോകുന്നത് പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ദമയന്തിയെക്കുറിച്ച് കേട്ട് അവളുടെ സ്വയംവരമാണെന്ന് അറിഞ്ഞ് അവളെ സ്വീകരിക്കാൻ വേണ്ടി, അവളെ വരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെന്നുള്ള രീതിയിൽ പോകുന്നു. ദ്വാപരനും ഞാനിപ്പോൾ ദമയന്തിയെ കലി സ്വീകരിക്കുന്നതിന് വേണ്ടി കലിയുടെ കൂടെ ഞാൻ പോകുന്നു എന്നുള്ള രീതിയിൽ ദ്വാപരനും ആടുന്നുണ്ട്. അങ്ങനെ കലി ധരിക്കുന്നത് കലിക്ക് ദമയന്തിയോട് അനുരാഗമുണ്ട് എന്നുള്ളതാണ്. സത്യത്തിൽ അതൊരു ആസക്തിയാണ്, ദമയന്തിയോട് തോന്നുന്ന ആസക്തിയാണ്. അപ്പോൾ അവിടെ ഒരു വലിയൊരു ശ്ലോകം, ഭൈമിയ പാണിഗ്രഹായ എന്ന് പറയുന്ന ഒരു ശ്ലോകം. അപ്പോൾ അയാളുടെ മനസ്സിലുള്ള ചില ചിന്തകൾ ഇങ്ങനെ, ദമയന്തിയെ സ്വീകരിക്കാൻ പോകുന്ന സമയത്ത് എനിക്ക് ചില ദുർനിമിത്തങ്ങൾ തോന്നുന്നു. ഗൗളികളുടെ ശബ്ദം, പന്നികൾ നേരിട്ട് ഓടി വരുന്നു, കാക്കകളുടെ രമിക്കൽ, ചെമ്പോത്തുകൾ കൂട്ടം കൂട്ടമായിട്ട് പറക്കുന്നത്, സർപ്പം തെക്കേ ദിക്കിലേക്ക് സഞ്ചരിക്കുന്നത്, ഇങ്ങനെ പല ദുർനിമിത്തങ്ങളും കാണുന്നു. ഇത് എൻ്റെ മനോരഥത്തിന് തടസ്സമാവുമോ എന്ന് ചിന്തിക്കുകയാണ്. ദ്വാപരനുമായിട്ട് സംസാരിക്കുകയാണ് ഇങ്ങനെ ദുർനിമിത്തങ്ങൾ കാണുന്നതിനെ കുറിച്ച്. അപ്പോൾ ദ്വാപരനും അങ്ങയുടെ ആഗ്രഹം സഫലമാകാതിരിക്കുമോ എന്നുള്ള രീതിയിൽ തിരിച്ചും ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടും താമസം കൂടാതെ ദമയന്തി സ്വയംവരത്തിനായിട്ട് പോവാം എന്ന് പറഞ്ഞ് അവർ പുറപ്പെടുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് പോവാണ്. അപ്പോൾ ആ സമയത്ത് ഈ പലരും ദമയന്തിയെ സ്വയംവരം ചെയ്യാൻ വേണ്ടിയിട്ട്, എല്ലാം ആഘോഷമായിട്ട് നടക്കുന്ന സ്വയംവരമാണ്, പലയിടത്തും ഈ ഒരു വിവാഹ വാർത്ത എത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോരോ രാജാക്കന്മാരും ദമയന്തിയോടുള്ള ആഗ്രഹത്തോടു കൂടി, ദമയന്തി തന്നെ വിവാഹം കഴിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെ വിദർഭയിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടാവും. ഇതൊക്കെ ഇവർ സങ്കല്പിക്കുകയാണ്, കലി മനസ്സിൽ സങ്കല്പിക്കുകയാണ്. അപ്പോൾ ഞാനീ പുറപ്പെടുന്നത് പോലെ മറ്റു പലരും അവിടെ, എനിക്ക് പ്രതിയോഗികൾ ധാരാളം ഉണ്ടാവും എന്നുള്ള രീതിയിൽ. അപ്പോൾ പല രാജാക്കന്മാരും വളരെ തൻ്റെ എല്ലാ ഗാംഭീര്യവും പ്രദർശിപ്പിക്കുന്ന രീതിയിൽ അണിഞ്ഞൊരുങ്ങി തൻ്റെ വാഹനങ്ങളിൽ തൻ്റെ ആയുധങ്ങളൊക്കെ എടുത്ത് തൻ്റെ എല്ലാ കേമത്വവും പ്രദർശിപ്പിക്കുന്ന രീതിയിൽ അവിടേക്ക് എത്തിയിട്ടുണ്ടാവും. ചിലർ ആനപ്പുറത്ത്, ചിലർ കുതിരപ്പുറത്ത്, ചിലർ തേരിൽ, ചിലർ പല്ലക്കിൽ. ഇങ്ങനെ പല്ലക്കിൽ കയറി പോകുന്നതൊന്നും കൂടിയാട്ടത്തിൽ അങ്ങനെ അധികം കണ്ടിട്ടില്ല. അപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, കണ്ടിട്ടില്ല അങ്ങനെ അധികം. അപ്പം അങ്ങനെ പല വാഹനങ്ങളിലായിട്ട് അവനവൻ്റെ കേമത്വത്തിന് അനുസരിച്ച് അവിടെ എത്തുന്നുണ്ടാകും. അതുപോലെ തന്നെ നളനും അവിടെ എത്തിയിട്ടുണ്ടാവും. നളൻ്റെ യോഗ്യതയ്ക്ക് അനുസരിച്ചിട്ടുള്ള രീതിയിൽ നളനും എത്തിയിട്ടുണ്ടാവും. അതായത് എൻ്റെ പ്രതിയോഗികളായിട്ടുള്ളവരെല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് വേഗം നമുക്ക് അവിടേക്ക് കുണ്ടിനത്തേക്ക് പോവാം എന്ന് പറഞ്ഞ് ഇവർ ഈ ദമയന്തിയോടുള്ള ആഗ്രഹം വല്ലാതെ സഹിക്കാൻ വയ്യാത്ത രീതിയിൽ അങ്ങനെ കലി പുറപ്പെടുകയാണ്. അപ്പോൾ ഈ നളൻ എങ്ങനെ പുറപ്പെട്ടുണ്ടാവും, ദൂതൻ പറയുന്നത് കേട്ടിട്ട് നളൻ എങ്ങനെയാണ് പുറപ്പെട്ടുണ്ടാവുക എന്നുള്ള രീതിയിൽ അതും നളൻ്റേതായിട്ടുള്ള ഭാഗവും കാണിക്കുന്നുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത്, വേഗം പോവുക എന്ന് പറഞ്ഞ് പുറപ്പെടുന്ന സമയത്ത് നേപഥ്യമായിട്ട് ദേവന്മാരുടെ വാക്ക് കേൾക്കുകയാണ്. നമ്മൾ ഈ കലിയെ പുറപ്പെടുന്ന സമയത്തൊരു ശ്ലോകം ഉണ്ടല്ലോ നളചരിതത്തിൽ, ഏതാണ്ട് അതുപോലെ സമാനമായിട്ടുള്ള രീതിയിൽ ആശയമുള്ള ഒരു ശ്ലോകം. ദമയന്തിയുടെ വിവാഹമൊക്കെ കഴിഞ്ഞു, പാദസംനിജയം അതിനൊക്കെ മുമ്പുള്ള ഒരു ഇതുണ്ടല്ലോ, അതുപോലെ ഒക്കെ കഴിഞ്ഞു, എല്ലാ വിവാഹമൊക്കെ കഴിഞ്ഞു, ഞങ്ങളതൊക്കെ കഴിഞ്ഞ് പോരുകയാണ്. നളനാണ് അവളെ വിവാഹം കഴിച്ചത് എന്നുള്ള, ഇനിയിപ്പോൾ നീ പോണത് വെറുതെയാണ് എന്നുള്ളത് ദേവന്മാർ പറയുന്നതായിട്ട് കലി കേൾക്കുന്നു, കേട്ടാടുന്നു. അപ്പം ഈ പറയുന്ന കാര്യം മുഴുവൻ അവിടെ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ എന്താ പൊട്ടത്തരം പറയുകയാണോ, എന്നെ പറ്റിക്കാൻ നോക്കുകയാണോ എന്ന് പറഞ്ഞ് തിരിച്ച് കലി ദേഷ്യപ്പെടുന്നു. ആ സമയത്ത് വീണ്ടും പറയുന്നു, അല്ല, നിന്നെപ്പോലെ ഞങ്ങളും, നീ വിഡ്ഢിയാണ്, അതുപോലെയാണ് ഞങ്ങളും എന്നാണോ നീ വിചാരിക്കണത്? നിങ്ങൾ ഉണ്ടായ കാര്യമാണ് പറയുന്നത്, നീ പോയിട്ട് യാതൊരു പ്രയോജനവും ഇല്ല, നീ ഇപ്പോൾ പുറപ്പെട്ടത് വിഫലമായിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞ് ദേവന്മാർ തിരിച്ച്
കലിയെ ആക്ഷേപിക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ഈ ഒരു സ്വയംവരത്തിൻ്റെ ദമയന്തി സ്വയംവരം കഴിഞ്ഞു എന്ന് പറയുന്ന ഭാഗം പകർന്നാടുന്നത് കേട്ടാടുന്നത് ദ്വാപരനാണ്. അപ്പോൾ ദമയന്തി എങ്ങനെ വിവാഹം കഴിഞ്ഞു എന്നുള്ളത്. അപ്പോൾ ഈ കലി ഇത് വളരെ ഈ വിവാഹം കഴിഞ്ഞു എന്നുള്ള കാര്യം ചെവിയിലേക്കൊരു ഇടിമിന്നൽ അല്ലെങ്കിൽ വജ്രായുധം ചെവിയിൽ പതിച്ച പോലെ, അശനി പതിച്ചതുപോലെ ആയിട്ടാണ് കലി അത് കേൾക്കുന്നത്. അപ്പോൾ കലി ഇത് ചതിയാണ്, നമ്മളോട് എന്താ പറയുക, ദ്രോഹം ചെയ്തതാണെന്നുള്ള രീതിയിൽ കലി പറയുക. അപ്പോൾ അതെന്താ അങ്ങനെ പറയുന്നത്? അവർ തമ്മിൽ ഇഷ്ടത്തിലായി, അവർ തമ്മിൽ കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ ദമയന്തിക്ക് ഇയാളോട് താല്പര്യം തോന്നി ഇയാളെ വിവാഹം കഴിച്ചു, അതിൽ നിന്നോട് എന്താ ദ്രോഹം ചെയ്യണത് എന്ന് ദ്വാപരൻ ചോദിക്കുന്നു. അപ്പോൾ കലി പറയണു അങ്ങനെയല്ല, ഇവർ തമ്മിൽ മുന്നേ അടുപ്പത്തിലാണ്. നളൻ ഇങ്ങനെ ഇവളുടെ ഗുണഗണങ്ങൾ കേട്ടിട്ട് ദൂത് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറയുന്ന സമയത്ത് ഹംസം നളൻ്റെ അടുത്ത് നിന്ന് ദമയന്തിയുടെ അടുത്തേക്ക് പോകുന്നതും ദൂത് പറയുന്നതുമായിട്ടുള്ള ഭാഗം ചെറുതായിട്ടൊന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ മുന്നേ തന്നെ ഇഷ്ടത്തിലാണ്. അപ്പോൾ ഈ സ്വയംവരം എന്നുള്ളത് മറ്റുള്ളവരെയൊക്കെ കണ്ണു പൊടിയിടുന്ന രീതിയിലാണെന്നുള്ള തരത്തിൽ എല്ലാവരും ദേവന്മാർ, ഇക്കണ്ട യോഗ്യരായിട്ടുള്ള ദേവന്മാരുണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, നമ്മളെയൊക്കെ ചതിച്ച് മറ്റുള്ള അനേകം കേമന്മാരായിട്ടുള്ള രാജാക്കന്മാരെ ചതിച്ച് നിസ്സാരനായിട്ടുള്ള ഈ നളനെ അവൾ സ്വീകരിക്കുകയാണ് ചെയ്തത്. ഇതൊട്ടും ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ കലി അവിടെ ശപഥം ചെയ്യാണ്, ഇവരെ ഞാൻ തീർച്ചയായിട്ടും ഈ രണ്ടുപേരെയും നളനും ദമയന്തിയും പരസ്പരം അവരെ വേർപിരിക്കും, രാജ്യഭ്രഷ്ടനാക്കും നളനെ എന്നുള്ളത് പ്രതിജ്ഞ ചെയ്യുന്നു. ദ്വാപരനോട് എനിക്ക് വേണ്ട സഹായമെല്ലാം നീ ചെയ്തു തരണമെന്ന് ദ്വാപരനോടും സഖാവായിട്ടുള്ള ദ്വാപരനോടും പറയുന്നു. ഇങ്ങനെ നളനെ എല്ലാ അർത്ഥത്തിലും എന്നോട് ചെയ്തിട്ടുള്ള ഈ ഒരു ദ്രോഹത്തിന് പകരം ഞാൻ വീട്ടിയിരിക്കും എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് അവരവിടുന്ന് പുറപ്പെടുന്നതായിട്ടാണ് ഇന്ന് അവതരിപ്പിക്കുന്ന ഈ ഒരു ഭാഗം. അപ്പോൾ ഇതിൽ മറ്റുള്ള വേഷത്തിൻ്റെയും താളത്തിൻ്റെയും ഒക്കെ പ്രത്യേകതകളെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ പോയ പ്രോസസ്സുകളെക്കുറിച്ച് വിജയേട്ടനും രാജീവേട്ടനും സംസാരിക്കും. ഈ ആട്ടപ്രകാരത്തിനെ കുറിച്ച് ഏതാണ്ട് ഇത്രയും ആണ് കാര്യങ്ങൾ പറയാനുള്ളത്, കൂടുതൽ വിശദീകരിക്കണില്ല. നമസ്കാരം. ഒരു പുതിയ കൂടിയാട്ടം കൂടി നമ്മുടെ രംഗത്തേക്ക് കൊണ്ടുവരികയാണ്. കലിവിധൂന്നനം എന്ന് പറയുന്ന ഒരു നാടകം നമ്മൾ കൂടിയാട്ട രൂപത്തിൽ ചിട്ടപ്പെടുത്തി ആ രീതിയിൽ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ നാൾ വഴികൾ എന്താണ്, അല്ലെങ്കിൽ എൻ്റെ വേഷത്തിൻ്റെത് എന്താണെന്നാണ് എന്നോടൊന്ന് സൂചിപ്പിക്കണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് ഇതൊരു പരീക്ഷണമായിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഇതൊരു പൂർണ്ണമായിട്ടുള്ള അവസ്ഥയൊന്നുമല്ല. ഇത് ആദ്യത്തെ ഒരു പരീക്ഷണമാണ്. അതിൻ്റെതായിട്ടുള്ള കുറവുകൾ ധാരാളമുണ്ട്. ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഈ കഥകളി ക്ലബിൻ്റെ ഡോക്ടർ കെ എൻ പിഷാരി സ്മാരക കഥകളി ക്ലബിൻ്റെ സുവർണ ജൂബിലിയുടെ ആരംഭഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ നളചരിതവുമായി ബന്ധപ്പെട്ട പല രംഗാവതരണങ്ങളും വേണമെന്നതിൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ ഫലമായിട്ട് രമേശേട്ടൻ ഇത് ഞങ്ങളോട് സൂചിപ്പിച്ചിരുന്നു. പലപ്പോഴും നമ്മൾ കാണുമ്പോൾ ഒക്കെ പറയും ഇത് ഇത്തരത്തിൽ എങ്ങനെയാണ് ചെയ്യുക, എന്താണ് ചെയ്യുക എന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ട് വലിയൊരു പല ആളുകളുമായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് AR ശ്രീകൃഷ്ണൻ, അതുപോലെ തന്നെ ദിലീപ് രാജ, വേണുഗോപാൽ സാർ, ഇത് തുടങ്ങി കുറേ ആളുകളുമായിട്ട് നിരവധി സംഭാഷണങ്ങളും ഈ നളചരിതവുമായിട്ട് ബന്ധപ്പെട്ട പല ചർച്ചകൾ നടത്തുന്നുണ്ടായി. ഇതെങ്ങനെയാണ് നളചരിതം, ഏതൊക്കെ ഭാഷകളിൽ ഇതിൻ്റെ കഥകളുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള നാടകങ്ങളുണ്ട്, അങ്ങനെ തുടങ്ങി വളരെ വിശദമായിട്ടൊരു ചർച്ച നടത്തുകയും അതിൻ്റെ ഫലമായിട്ട് നമുക്ക് കുറേ നാടകങ്ങളുടെ പേര് കിട്ടി. അതുവരെ നമുക്ക് ആകെ അറിയുന്നത് നൈഷധാനന്ദം എന്ന് പറയുന്ന ഒരു നാടകം മാത്രമാണ് നമുക്ക് അറിയുന്നത്. അല്ലാതെ കൊണ്ട് കുറെ നാടകങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു, പക്ഷെ അതിന്റെ പേര് പോലും അറിയാത്തൊരവസ്ഥയിലായി. അങ്ങനെ ഈ തരത്തിൽ ചർച്ചകൾ വന്നപ്പോഴാണ് പല ഭാഷകളെ കുറിച്ചിട്ടും പല ഭാഷയിൽ ഇപ്പൊ യക്ഷഗാനത്തിലടക്കം നളചരിതവുമായിട്ട് ബന്ധപ്പെട്ട അവതരണങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അതിനെ തുടർന്ന് ഈ ഇങ്ങനൊരു നാടകത്തിന്റെ പേര്, ഇത് മാത്രമല്ല വേറെ ഒരു 4-5 നാടകങ്ങളുടെ പേര് നമുക്ക് ഇതായിട്ട് ബന്ധപ്പെട്ട് നളചരിതവുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടിയിരുന്നു. പക്ഷെ ഇതൊക്കെ ഈ പുസ്തകം എവിടെ കിട്ടും എന്താണെന്നൊന്നും നമുക്ക് അതിനെ കുറിച്ച് അറിയില്ല. അങ്ങനെ അപ്പോൾ അതില് കലിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗം രജനീഷിനെ കൊണ്ട് ചെയ്യണമെന്ന് ക്ലബ്ബുകാർക്ക് ആഗ്രഹം ഉണ്ടാവുകയും അതിന്റെ ഭാഗമായിട്ട് അവർ പറയുകയും ചെയ്തു. അപ്പം അത് രജനീഷായിട്ട് ഞാൻ സംസാരിക്കുന്നത് ഇങ്ങനെ നാടകങ്ങളുണ്ട്, ഇത് കലിയെ കുറിച്ച് പ്രധാനപ്പെട്ട ഒരു നാടകമാണെന്നാണ് നമ്മുടെ അറിവ്. നമ്മൾ നാടകം കണ്ടിട്ടില്ല. വേറെ നാടകങ്ങളിലും കലി ഉണ്ടാവും, പക്ഷെ കലിക്കൊരു പ്രാധാന്യം ഏത് നാടകത്തിലാണെന്ന് അറിയില്ല. അപ്പൊ ഈ നാടകങ്ങളിലെല്ലാം പേര് കൊടുക്കുകയും ഇതൊക്കെ അന്വേഷിക്കാൻ പറയുകയും ചെയ്തു. അയാളത് വളരെ കഷ്ടപ്പെട്ട് പലതരത്തിലും അന്വേഷിച്ച് അന്വേഷണത്തിന്റെ ഫലമായിട്ട് അയാൾക്ക് കിട്ടിയതാണ് ഈ നാടകം.
അങ്ങനെ ഈ നാടകം കിട്ടിയ അവസരത്തിൽ തന്നെ പറഞ്ഞു, നാടകം കിട്ടിയിട്ടുണ്ട്, നമുക്ക് അതിന്റെ ഒരു ഭാഗം നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കുറെ ദിവസങ്ങളായിട്ട് നടന്ന ചർച്ചകളുടെയും അന്വേഷണങ്ങളുടെയും ഫലമായിട്ടാണ് ഈ നാടകം കിട്ടുകയും ആ നാടകം രജനീഷ് വായിച്ചിട്ട് അതിൽ ഇങ്ങനെ ഒരു ഭാഗം തെരഞ്ഞെടുക്കുകയും ചെയ്തത്. ഇങ്ങനെ ഒരു ഭാഗം തെരഞ്ഞെടുത്തിട്ടാണ് എൻ്റെ അടുത്ത് അതിനെ കുറിച്ച് ഈ വേഷം എങ്ങനെയാണ് വേണ്ടതെന്ന് ആലോചിക്കണം എന്ന് എന്നോട് പറഞ്ഞു. അതുപോലെ നമ്മുടെ ചുട്ടിയുടെ പ്രധാന ആളായിട്ട് സതീഷ് ചേട്ടൻ, അതുപോലെ തന്നെ മേളത്തിന്റെ രാജീവ്, ഇവരോടെല്ലാം ഈ വിഷയം ചർച്ച ചെയ്യുകയും ഒക്കെ ഉണ്ടായി. അപ്പൊ അതിലാദ്യം നമുക്ക് വന്നത് വേഷം എങ്ങനെ എന്നുള്ളൊരു വലിയൊരു വെല്ലുവിളിയാണ്. കാരണം ഇപ്പോ നളനാണെങ്കിലും അല്ലെങ്കിൽ പുഷ്കരനാണെങ്കിലും ദമയന്തി ആണെങ്കിലും അങ്ങനത്തെ വേഷങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. കാരണം നമ്മുടെ കയ്യില് കൂടിയാട്ടത്തിന്റെ ഒരു നായക വേഷം നമ്മുടെ കയ്യിൽ നിൽക്കുമ്പോൾ നടനെ പോലെ ഒരു വേഷത്തിന് ബുദ്ധിമുട്ടില്ല. പക്ഷെ കലി എന്ന് പറയുന്ന ഒരു വേഷം നമുക്കില്ല. ശരിക്കും അങ്ങനെ ഒരു വേഷം നമ്മുടെ കയ്യിൽ വരുന്ന സംഭവമല്ല. മാത്രമല്ല അത് എങ്ങനെ വേണം, കഥകളിയിലാണെങ്കിൽ നമുക്ക് കലിയുടെ വേഷം കണ്ട് നല്ല പരിചയമുണ്ട്. അപ്പൊ കലി എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ വരെ ഈ കഥകളിയിലെ കലിയുടെ വേഷമാണ്. പക്ഷെ അതല്ലാതെ കണ്ട് കൂടിയാട്ടത്തിന്റെ രൂപത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരണം. ഇപ്പൊ ഗിരിജ മുമ്പ് എനിക്കിത് ചെയ്തിട്ടുണ്ട്. അന്നൊരു വേഷം രജനീഷ് തന്നെയാണ് കലി ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് പോരാ, കുറച്ചും കൂടി നമുക്ക് അതല്ലാതെ കണ്ട് ഇതിപ്പോ അഭിനയത്തിന് കൂടി പ്രാധാന്യം വരുന്നതായതുകൊണ്ട് നമുക്ക് ആ രീതിയിൽ എങ്ങനെ ഇതിന് വേഷത്തിന് രൂപകൽപ്പന ചെയ്യാം എന്നൊരു ആഗ്രഹത്തിന്റെ പുറത്ത് ഞങ്ങൾ കുറെ ആലോചനകളും എല്ലാം നടത്തുന്നുണ്ടായി. പക്ഷെ ഇപ്പോഴും നമുക്കൊരു വ്യക്തമായിട്ട് നല്ലൊരു വേഷം ആയി എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഈ കൂടിയാട്ടത്തിലെ കാര്യത്തിനെ സംബന്ധിച്ച് എപ്പോഴും നമ്മളുടെ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കഥാപാത്രത്തിനെ എടുക്കുമ്പോൾ ആ കഥാപാത്രത്തിന്റെ എന്തെങ്കിലും ചില അംശങ്ങൾ വേഷത്തിൽ കൊടുക്കുക. ബാക്കി വേഷത്തിന്റെ കൂടിയാട്ടത്തിന്റെ അതേ ഒരു അടിസ്ഥാന വേഷമുള്ള നിലനിർത്തുകയും അതിൽ ഇന്നതാണ് ഈ പുതിയ വേഷം എന്നറിയാൻ പാകത്തിന് ചെറിയ എന്തെങ്കിലും ചില അടയാളങ്ങൾ അതിൽ കൊടുക്കുക. അതാണ് കൂടിയാട്ടത്തിന്റെ ഒരു രീതി. പക്ഷെ ഈ വേഷം അരങ്ങത്ത് വന്നിട്ട് എന്താണോ അഭിനയിക്കുന്നത് ആ അഭിനയിക്കുന്ന ഭാഗത്തിന് ഒരു കുറവും വരാതെ കണ്ട്, അഭിനയത്തിന് കോട്ടം വരാതെ കണ്ട് സൂക്ഷിക്കണം എന്ന രീതിയിൽ തന്നെയാണ് എല്ലാ വേഷവും. കൂടിയാട്ടത്തിൽ നമ്മൾ എടുത്തു നോക്കിയാൽ എല്ലാ വേഷത്തിനെയും കാണാൻ പറ്റും. അതിന് എല്ലാ ചിഹ്നങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഗിരിവനാണെങ്കിലും ഭാര്യയാണെങ്കിലും ഒക്കെ നമുക്കറിയാം. ഭാര്യ ചുവന്ന താടിയാണെങ്കിൽ തന്നെ ഭാര്യയ്ക്ക് കൃത്യമായിട്ട് താടിയുടെ ഭാഗത്ത് നമ്മൾ നീലമനോഹര പച്ച കൊടുക്കുന്നുണ്ട്. എന്നാൽ ശൃംഗാരം ശരിക്കും വരുന്ന ഒരു താടി വേഷമാണ്. അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ എന്നാൽ വീരരസത്തിന് കുറവുണ്ടാവുമല്ലോ. അപ്പൊ ഇതേ രീതിയിൽ ഓരോ കഥാപാത്രങ്ങളെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ കഥാപാത്രത്തിന്റെ അഭിനയത്തിന് ഒരു കുറവും വരാത്ത രീതിയിലാണ് ആ വേഷങ്ങളൊക്കെ രൂപകൽപ്പന ചെയ്തത്. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഈ കലി എന്ന് പറയുന്ന വേഷത്തിന്റെ അഭിനയത്തിന് ഒരു ദോഷവും വരാതെ കണ്ട് വേണം എന്ന രീതിയിൽ ആലോചിക്കുകയും അങ്ങനെ ആലോചിച്ചപ്പോൾ കലിയുടെ ഉത്ഭവം എങ്ങനെയാണ്, അതാണ് നമ്മൾ ആദ്യം എങ്ങനെയാണ് കലി ഉണ്ടായത്, കലിയുടെ നിറം എന്താണ്. അപ്പൊ കറുപ്പാണ് സ്വതവേ കലിയുടെ നിറം. അപ്പൊ എന്താണെന്നുള്ളൊരു ആലോചനയുടെ ഭാഗത്താണ് നമ്മൾ പല പുരാണങ്ങളും നോക്കി അങ്ങനെ ഒരു പുരാണത്തിൽ, ഇപ്പൊ കൽക്കി പുരാണത്തിലാണ് കലിയുടെ ഒരു ജന്മം ശരിക്കും പറഞ്ഞത്. വളരെ മ്ലേച്ഛമായ രീതിയിലാണ് കലിയുടെ ജനനം എന്നാണ് അതിൽ നമ്മൾ പറയുന്നത്. അപ്പൊ അതിന് പറയുന്ന അവസരത്തിലെ കലി എങ്ങനെയാണ് ഉണ്ടായത് എന്ന് വളരെ വിശദമായിട്ട് പറയണം. അതിന് സൂതൻ പറയുന്നതായിട്ടാണ് ബ്രഹ്മാവിന്റെ വിസർജ്യത്തിൽ നിന്നാണ് കലി ഉണ്ടായതെന്നാണ്. അപ്പൊ വിസർജ്യത്തിൽ നിന്ന് നേരെ കലി ഉണ്ടാവുകയല്ല, അതിൽ നിന്ന് അധർമ്മം എന്നും അരമ്യം എന്നും പറയുന്ന രണ്ട് പേര്, ഒരു സ്ത്രീയും പുരുഷനും ഉണ്ടായി. അതിൽ നിന്ന് ദമ്പൻ എന്നും മായ എന്നും പറയുന്ന രണ്ടുപേര്, ഒക്കെ സഹോദരി സഹോദരന്മാരാണ്. ഇവര് തമ്മിലാണ് പുത്രോത്പാദനം ഉണ്ടാകുന്നത്. അതിൽ നിന്ന് വികൃതി എന്നും ലോഭ എന്നിട്ടുണ്ട്, ഒരു പുരുഷനും ഒരു സ്ത്രീ ഉണ്ടാവുകയാണ്. അതിൽ നിന്ന് ഹിംസ എന്ന് പറഞ്ഞിട്ടും ക്രോധൻ എന്ന് പറഞ്ഞിട്ടും, ഇതൊക്കെ സഹോദരി സഹോദരന്മാരാണ്. ഇതിൽ നിന്നാണ് കലി ഉണ്ടാകുന്നത്. അപ്പൊ ആലോചിച്ച് നോക്കുക, നമ്മളെപ്പോഴും സഹോദരി സഹോദര ബന്ധത്തിൽ നിന്ന് ക്രമത്തിൽ ഉണ്ടായി ഒരു തലമുറയായിട്ടാണ് കലി ഉണ്ടാവുന്നത് നല്ലത്. അതുപോലെ തന്നെ കലിയുടെ നിറം പറയുന്നത് മലത്തിന്റെ നിറം, അതായത് ചെടിയുടെ നിറമാണ് കലി. കറുപ്പ് പൂർണ്ണമായും കറുപ്പല്ല, കറുപ്പ് രാശിയുള്ള ചെടിയുടെ നിറമാണ് കലിയുടെ അവസ്ഥ. അതുപോലെ തന്നെ അധർമ്മമാണ് അതിന്റെ പ്രവൃത്തി. എന്തെല്ലാം സൽപ്രവൃത്തികൾ ഉണ്ടെങ്കിലും അതിനെയെല്ലാം മുടക്കുന്നതാണ്. ആ രീതിയിലാണ് കലിയെ കുറിച്ച് എല്ലാ പുരാണങ്ങളിലും വർണ്ണിക്കുന്നത്. അപ്പൊ ആ ഒരു നിറത്തിനെ എങ്ങനെ, അപ്പൊ അതിൽ കുറെ പ്രശ്നങ്ങൾ അതിലുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ ചെടിയുടെ നിറം നമ്മൾ എടുത്തുമ്പോൾ എന്നാൽ അത് മുഖത്ത് വന്നാൽ ഒരിക്കലും ഭരിക്കില്ല. ആ നിറത്തിന് അഭിനയം ഭരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ അതാണ് ഇതിൽ പറയുന്നത്, മുഴുവൻ പൂർണ്ണമായിട്ടും കറുപ്പല്ല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കലിയുടെ നാമമായിട്ട് അല്ലെങ്കിൽ കലിയുടെ ഒരു ആയുധം എന്ന് പറയുന്ന രീതിയിൽ പറയുന്നത് തോട്ടിയാണ്. അപ്പൊ അതിന് ആ ഒരു തോട്ടിയുടെ ചിഹ്നം കൊടുത്തുകൊണ്ട് നമ്മളൊരു പ്രത്യേക രീതിയിൽ ചുട്ടിയും കൊടുത്ത് ഈ ഒരു നിറം ഇങ്ങനെ ചെളിയുടെ നിറം എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളിത് സാധാരണ ഒരു ഇതിൽ നമ്മൾ കൂട്ടി നോക്കാത്ത ഒരു നിറമാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. ചായല്യവും മനയോരയും മഷിയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള നിറമാണ്. അതൊരിക്കലും
ഒന്നിനും ഇത് എല്ലാത്തിനും കൂടി ഒന്നിച്ചു കൂട്ടാറില്ല. ആ രീതിയിൽ കൂട്ടിയിട്ടൊരു നിറമാണ് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. പക്ഷെ ആ നിറത്തിന് നമ്മൾ വിചാരിച്ച ഒരു ശോഭ, കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന നിറം മുഖത്തേക്ക് വരുമ്പോൾ നമുക്കത് പൂർണ്ണമാവണില്ല. അത് ആ തരത്തിലൊരു പരീക്ഷിക്കാനുള്ള സമയക്കുറവ് നമുക്ക് നല്ലോണം വന്നിട്ടുണ്ട്. കാരണം ഈ നാടകം കണ്ടെടുത്തു, ആ നാടകം എടുത്തിട്ട് അതിന് ആ കഥാപാത്രം കാണിക്കേണ്ട ഭാഗം നമ്മൾ തെരഞ്ഞെടുത്തു, അത് കഴിഞ്ഞ് അതിനൊരു ആട്ടപ്രകാരം വേണ്ടി അരങ്ങത്തേക്ക് കൊണ്ടുവരാറാവുമ്പോഴേക്കാണ് നമ്മൾ വേഷത്തിന്റെ നോക്കുന്നത്. അപ്പൊ ഇത്രയ്ക്ക് പരിപ്പിക്ക് നമ്മുടെ സമയത്തിന്റെ കുറെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഈ സമയം എന്ന് പറയുന്നത് എല്ലാവർക്കും പൊതുവെ കലാകാരന്മാർക്ക് എല്ലാവർക്കും ഒരു തിരക്കുള്ള കാലമാണ്. അതിന്റെ ഭാഗമായിട്ട് അത് നമ്മളുടെ ആരെയും പറഞ്ഞിട്ട് കാര്യം നമ്മളുടെ കുറ്റം തന്നെയാണത്. കാരണം നമ്മളൊന്നും ചെയ്യാനായിട്ട് പുറപ്പെടുമ്പോൾ നമ്മളാണ് സമയം കണ്ടെത്തുന്നത്. പക്ഷെ എന്തായാലും അതിൻ്റെതായിട്ടുള്ള കുറവുകൾ നമ്മളുടെ തെറ്റ് നമ്മൾ തന്നെ സമ്മതിക്കുകയാണ്. ഞങ്ങളുടേതായിട്ടുള്ള കുറെ കുറവുകൾ ഇതിന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കിരീടങ്ങളായാലും എല്ലാം ആ രീതിയിൽ നമ്മൾ കുറച്ച് ഈ കറുപ്പിനും അതുപോലെ തന്നെ ചെളിയുടെ നിറവും, മുഖത്തേക്ക് ചെളിയുടെ നിറവും മറ്റ് കറുപ്പിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ ഒരു വേഷം ഉണ്ടാക്കിയെടുത്തത് നമ്മള്. എങ്കിലും അതിന് കുറെ കുറവുകളുണ്ട്. കാരണം ഇനി ഇതൊരു അഭിനയമായിട്ട് രംഗത്ത് കാണുമ്പോഴാണ് നമുക്ക് ഈ ഒരു നിറത്തിൽ ഈ അഭിനയം എത്ര അത് ഫലമുണ്ടായി. കാരണം ഇപ്പൊ ഈ വരുന്ന കലിയുടെ അഭിനയം വരുന്നത് അത്തരത്തിലുള്ള അഭിനയം, രാജാക്കന്മാരുടെ വിവാഹത്തിന് പുറപ്പെടുന്ന രംഗമായാലും അല്ലെങ്കിൽ ഹംസത്തിന്റെ ദൂതിന്റെ ഭാഗം, ഈ തരത്തിലുള്ള ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ അഭിനയം വരുന്നത്. അപ്പൊ വളരെ സൂക്ഷ്മമായിട്ടുള്ള അഭിനയങ്ങൾ, കൂടിയാട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിനയങ്ങളാണ്. ആ തരത്തിലുള്ള സൂക്ഷ്മാഭിനയങ്ങൾ ധാരാളം വരുന്ന ഒരു ഭാഗം കൂടിയാണ്. അപ്പൊ ഈ വേഷം മുഖത്തെ ഈ ഒരു നിറം അതിന് എത്രത്തോളം യോജിക്കുമെന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായിട്ടില്ല. അത് ഞങ്ങൾക്കൊരു തൃപ്തിയായിട്ടില്ല നിറം. പക്ഷെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ ആ ഒരു നിറം ഇപ്പോൾ ഒന്ന് പ്രയോഗിച്ചു നോക്കുകയാണ്. അതുപോലെ തന്നെ ആ മുഖത്ത് വരുന്ന ചുട്ടിയാണെങ്കിലും ഇതൊക്കെ ഈ അഭിനയത്തിന് എത്രത്തോളം ഗുണം ചെയ്യും, എത്രത്തോളം ദോഷം ചെയ്യുമെന്ന് മനസ്സിലായിട്ടില്ല. കാരണം ഇത്തരത്തിൽ ഞങ്ങൾ സാധാരണ ഒരു പുതിയ വേഷം ചെയ്യുമ്പോൾ ഒരു ഡ്രസ് റിഹേഴ്സൽ പോലെ നമുക്ക് പൂർണ്ണമായിട്ടും വേഷം കെട്ടി ഒരു രംഗാവതരണം ആവശ്യമായിരുന്നു. അങ്ങനെ ഒരു രംഗാവതരണം കഴിഞ്ഞാലാണ് നമുക്ക് ഇതിന്റെ കുറവുകളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കാം. അത്തരത്തിലുള്ളൊരു രംഗാവതരണത്തിനുള്ള സമയം നമുക്ക് കിട്ടിയിട്ടില്ല. അതിൻ്റെതായ കുറവ് നല്ലപോലെ ഇതിലുണ്ട്. എങ്കിലും ഒരു പരീക്ഷണം എന്ന രീതിയിൽ ഇതിനൊരു മുമ്പോട്ട് കൊണ്ടുവരികയാണ്. ഇതുമായി നമ്മൾ ധാരാളം പണിയെടുത്താൽ അത് നേരെയാക്കാൻ പറ്റുമെന്നൊരു വിശ്വാസമുണ്ട്. കാരണം അത്തരത്തിലൊരു വേഷമാണ്. നമ്മുടെ മനസ്സിലുള്ള കഥകളിയിൽ നിന്ന് ഒട്ടും കഥകളിയോട് യോജിക്കാത്ത രീതിയിൽ കൂടിയാട്ടത്തിൻ്റെതായ രീതിയിൽ വരാവുന്ന രീതിയിലാണ് ഇപ്പൊ നമ്മളിതിനെ ഒരു ആലോചന വന്നത്. കാരണം എന്താ വെച്ചാൽ എത്ര പറഞ്ഞാലും വേഷം അരങ്ങത്ത് വരുമ്പോൾ നമുക്ക് ആദ്യം ഈ കഥകളിയിലെ കലിയാണ് ഓർമ്മയുണ്ടാവും എല്ലാവരും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ നമ്മൾ ഇതിനെ കാണരുത്. ഇതൊരു വേറിട്ട രീതിയിൽ തന്നെയാണ് ഈ വേഷം നിൽക്കുന്നത്. എത്രത്തോളം വേറിട്ടു എന്നും എനിക്ക് പറയാറായിട്ടില്ല. കാരണം കഥകളിയായിട്ട് എന്തെങ്കിലും സാമ്യം തോന്നുമെന്ന് നമുക്കിപ്പോ പറയാറായിട്ടില്ല. കാരണം വേഷം പൂർണ്ണമായിട്ടും കെട്ടി രംഗത്ത് വരുമ്പോഴാണ് നമുക്ക് അതിന്റെ എല്ലാം വിശദമായിട്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കാം. അതുപോലെ തന്നെ പിന്നെ വരുന്നൊരു വേഷം ദ്വാപരനാണ്. ദ്വാപരൻ എന്ന് പറയുന്ന വേഷവും ഇതുപോലെ തന്നെ വളരെ പുതുമയുള്ളൊരു വേഷമാണ്. ഇപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്നത് കൂടിയാട്ടത്തിൽ തന്നെ ഉപയോഗിക്കുന്ന നെടുങ്കത്തി, കത്തിയുടെ തന്നെ ഒരു ഭേദമായിട്ട് ശംഖുവർണ്ണനെ പോലുള്ള കഥാപാത്രങ്ങൾക്ക് ക്രമദീപിക പറയുന്ന ഒരു വേഷമാണ്. അത്തരത്തിലൊരു രണ്ടാം തരം കഥാപാത്രം എന്ന രീതിയിലാണ് മുഖത്ത് തേപ്പതിലെടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മളത് കിരീടം തന്നെ വെച്ചിട്ടുണ്ട്. അതൊരു യുഗത്തിനെ കാണിക്കുന്നതായതുകൊണ്ട് അതിനൊരു കേശഭാര കിരീടവും കൂടി കൊടുത്തുകൊണ്ടാണ് ആ വേഷത്തിനെ കൊണ്ടുവരുന്നത്. അപ്പോഴും നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഈ തരത്തിലുള്ള രണ്ട് വേഷങ്ങൾ ഒരേ സമയം രംഗത്ത് നിൽക്കുന്ന വേഷങ്ങളാണ്. ഇത് തമ്മിൽ എത്രത്തോളം യോജിപ്പുണ്ടാവും എന്ന് നമുക്ക് പറയാറായിട്ടാണ്. അതൊരു മുഖത്തൊരു കത്തി, അതൊരു കിരീടം വെച്ചൊരു വേഷവും അതിൻ്റെ ഒപ്പം ഇങ്ങനെ ഈ തരത്തിലൊരു പുതിയ വേഷവും കൂടി നിൽക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു യോജിപ്പ് എങ്ങനെയാണ്, ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് വരുന്ന അഭിനയങ്ങളൊക്കെ വരുമ്പോൾ ആ അഭിനയത്തിന് വരുന്ന ഗുണങ്ങൾ എന്താണ്, ദോഷങ്ങൾ എന്താണ്, ഇങ്ങനത്തെ നമുക്ക് മുഴുവനായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പൊ എന്തായാലും ഈ ഒരു അവതരണം കഴിയുമ്പോഴാണ് നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതലൊരു നമ്മൾക്കും അതിനൊരു എന്ത് ചെയ്യാമെന്നുള്ള കുറെ പ്രത്യാശകൾ നമുക്ക് കിട്ടും. അതുപോലെ കാണുന്ന ആളുകൾക്കും അവരുടെ ഉള്ളിലും നിരവധി അഭിപ്രായങ്ങൾ ഉണ്ടാവും. അത്തരത്തിലുള്ള അഭിപ്രായങ്ങളോട് കിട്ടുമ്പോൾ നമുക്ക് ഈ വേഷത്തിനെ കുറേ കൂടി മനോഹരമാക്കി തീർക്കാൻ പറ്റുമെന്ന വിശ്വാസത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ ഈ വേഷം പുതുതായിട്ട് രംഗത്തേക്ക് കൊണ്ടുവരുന്നത്. എന്തായാലും എല്ലാവരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ പറയണമെന്നൊരിക്കൽ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു. മാത്രമല്ല നമുക്ക് ഈ ഒരു വലിയൊരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഈ ഇരിഞ്ഞാലക്കുട കഥകളി ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ അത്രയും വളരെ പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക സ്ഥാപനമാണ്. കാരണം നിരവധി കാലത്തെ പ്രവർത്തനങ്ങളെ കൊണ്ടും ഇരിഞ്ഞാലക്കുടയ്ക്ക് തന്നെ അല്ലെങ്കിൽ കഥകളി ലോകത്ത് തന്നെ എണ്ണം പറഞ്ഞ ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന്റെ ഒരു ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽ പ്രത്യേകിച്ചും ഇരിഞ്ഞാലക്കുടയിൽ നളചരിതത്തിന്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അത്തരത്തിലൊരു നാടകം, ആ നാടകത്തിൽ ഇങ്ങനെ ഒരു കലി എന്ന് പറയുന്ന ഒരു വേഷം, ആ വേഷം ഇരിഞ്ഞാലക്കുടയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് വളരെ
സന്തോഷപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്. അത് പ്രത്യേകിച്ച് നമുക്ക് ഈ ഗുരുകുലത്തിന്റെ അരങ്ങിൽ തന്നെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതും ഏറ്റവും വലിയ സന്തോഷമുള്ളതാണ്. കാരണം ഗുരുകുലം കൂടിയാട്ടത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ തന്നെ നമുക്ക് ഇത്തരത്തിലൊരു പുതിയ അവതരണം ചെയ്യാൻ പറ്റി. അതിന്റെ ധാരാളം കുറവുകൾ ഉണ്ടാവാം, പക്ഷെ ആ കുറവുകളെല്ലാം പരിഹരിച്ചുകൊണ്ട് നമുക്ക് പുതിയ രീതിയിൽ പരമാവധി നല്ല രീതിയിലേക്ക് ഇതിനെ കൊണ്ടുവരണം. അതിനെല്ലാവരുടെയും വിലയേറിയ നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ എല്ലാ കുറവുകളും സസൂക്ഷ്മം നിങ്ങൾ കണ്ട് മനസ്സിലാക്കി എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഞങ്ങളോട് പറയണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ശ്രീ ഭദ്രയും നാരായണ നമ്പ്യാരും പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ ഉണ്ടാവില്ല. കാരണം വെച്ചാൽ വളരെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായ ചർച്ചകളിൽ തന്നെ അറിയാം, മിഴാവിനെ സംബന്ധിച്ച്, മേളത്തിനെ സംബന്ധിച്ച് വളരെ പരിമിതി ഉള്ള ഒരു മേഖലയാണ്. നമുക്ക് മിഴാവിൻ്റെ ഒരു ശൈലി കൊണ്ടുന്ന രീതി അനുസരിച്ച് പുതിയതായിട്ട് എന്തെങ്കിലും കൊണ്ടുവരിക എന്നുള്ളത് ആഹാര്യം പോലെയോ അല്ലെങ്കിൽ അഭിനയവും അത്ര എളുപ്പമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പുതിയ ആട്ടം കൊണ്ടുവരികയാണെങ്കിലും എപ്പോഴും പ്രത്യേകിച്ച് കഥകളിയിൽ നമ്മൾ ലോകം മുഴുവൻ അറിയപ്പെടുന്ന വളരെ ജനപ്രീതി ആർജിച്ച ആളുകളുടെ എല്ലാ കളി കാണുന്നവരുടെയും അല്ലാത്തവരുടെയും ഒക്കെ ഉള്ളിൽ വായിച്ചറിഞ്ഞും കണ്ടറിഞ്ഞും മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുള്ള ഒരു അവതരണം, നളചരിതം പോലുള്ള അവതരണത്തിന്റെ വേറൊരു ആർട്ട് ഫോമിലേക്ക് അത് കൊണ്ടുവരുമ്പോൾ നമ്മുടെ മനസ്സിലും വല്ലാതെ അതിൻ്റെ ഒരു മാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന രീതിയിലാണ് കാണുക. പിന്നെ കൂടിയാട്ടം സംബന്ധിച്ച് പുതിയ താളങ്ങൾ പെട്ടെന്നൊന്നും നമുക്ക് മേളത്തിൽ കൊണ്ടുവരാൻ സാധിക്കില്ല. അങ്ങനെ ദീർഘകാലമായിട്ട് നമ്മളൊരു പുതിയൊരു സംഭവം ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരുപാട് സമയം, മറ്റുള്ള സമയം ഇത് തീരുമാനിച്ചത് എനിക്ക് തോന്നുന്നത് 5-6 മാസമായിട്ടെങ്കിലും രജനീഷിന്റെ തിരക്കുകളും ഞങ്ങളുടെ എല്ലാ തിരക്കുകളും കാരണം ഞങ്ങൾക്ക് അതൊരു എക്സ്ക്യൂസ് ആയിട്ട് ഇവിടെ പറയാൻ കഴിയില്ല. എങ്കിലും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കൂടുതലായിട്ട് ഇതിലൊന്നും ഒരു പുതിയ സംഭവം മാത്രമല്ല, ഒരു ചെറിയ ഭാഗം മാത്രമാണ് അവതരിപ്പിക്കുന്നത്. അതിൽ തന്നെ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നളചരിതം പോലൊരു ആട്ടക്കഥയിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള രംഗങ്ങളിലൊന്ന് ആണ് ഇവിടെ ചെയ്യുന്നത്. അതിൽ ലളിത് ബാബർമാരുടെ നമുക്ക് കഥകളിയിൽ കാണുമ്പോൾ വളരെ ഊർജ്ജലമായിട്ടുള്ള വളരെ ഉത്സാഹത്തോടു കൂടിയിട്ടുള്ള 2 കഥാപാത്രങ്ങളാണ് ലളിത് ബാബർമാർ. അപ്പോൾ ഞാൻ മലയാളത്തിൽ അത് കഷ്ടിച്ചിരുന്ന് 2 ദിവസം കൊണ്ടാണ് ഒരു ചർച്ച ചെയ്തത്. ആദ്യം ജനീഷുമായി സംസാരിച്ചു, പിന്നെ രവികുമാറുമായിട്ടും സംസാരിച്ചു. അപ്പോൾ എന്നോടൊരു ആശയം ഉള്ളിലുണ്ടായത് ഇതിനെ വളരെ നല്ലൊരു മേളത്തിലൂടെ കൊണ്ടുവരിക, അതിനോടൊപ്പം തന്നെ ഈ മറയിൽ കഥകളിയിലൊക്കെ തെരഞ്ഞോക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുപോലെ കൂടിയാട്ടത്തിൽ നമുക്ക് അങ്ങനെ തെരഞ്ഞോക്കോ അങ്ങനെ സമ്പ്രദായം ചിട്ടപ്പെടുത്തിയ ഒരു പ്രവേശം സാധാരണ രീതിയിൽ വട്ടത്തിൽ ചാടി നടക്കുക ഇങ്ങനെയുള്ള ചില അതായിട്ടുള്ള പ്രവേശം. പക്ഷെ കഥകളി നമ്മുടെ ഉള്ളിൽ കണ്ടുള്ള ഈ ദ്വാപരനും കലിയും പ്രവേശിക്കുമ്പോൾ തിരനോക്ക് പോലെയോ ഒക്കെ എന്തെങ്കിലും ഒരു സംഭവം വേണം എന്നുള്ളൊരു ആശയം ഉണ്ട് മനസ്സിൽ. അത് ഇനി ഭാവിയിൽ നമുക്ക് അങ്ങനെ ചിട്ടപ്പെടുത്താൻ സാധിച്ചേക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. പക്ഷെ നമ്മൾ മറയിൽ ഈ കഥാപാത്രം പ്രവേശിക്കുമ്പോൾ തന്നെ 2 കഥാപാത്രങ്ങൾ കൂടിയിട്ട് ചെയ്യുന്ന ക്രിയ എന്നാണ് നമ്മൾ പറയുക, ചാരികൾ, 1-2 ചാരി എണ്ണങ്ങൾ, അത് സ്ഥിരം ചെയ്യുന്ന സംഭവം തന്നെയാണ്. അത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2 കഥാപാത്രം ഒന്നിച്ചു നിന്ന് 2 ഭാഗത്തേക്ക് മാറി നിന്നും 2 ഭാഗത്തേക്ക് ഒന്നിച്ചു നിന്നൊക്കെ ചെയ്യുന്ന രീതിയിൽ അത് നമ്മൾ ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷെ സ്വാഭാവികമായിട്ടും സ്ഥിരം ചെയ്യുന്ന ആളുകൾ വേഷക്കാർക്ക് മുഴുവൻ ആ സാധനം അരങ്ങത്ത് അവതരിപ്പിക്കുന്നതിന് വലിയ തടസ്സങ്ങളൊന്നുമില്ല. അതാണ് ഒരു കാര്യമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഇത്. പിന്നെ ഈ പറഞ്ഞ പോലെ അവിടെ ഈ ദമയന്തിയുടെ ഈ സ്വയംവരം ഭാഗത്ത് രാജാക്കന്മാർ അതിനായിട്ട് പുറപ്പെടുന്ന ഭാഗത്ത് പല വാഹനങ്ങളിൽ കയറി രാജാക്കന്മാർ പുറപ്പെടുന്നു എന്നൊരു ഭാഗം ഉണ്ട്. ആനപ്പുറത്ത് കയറി പുറപ്പെടുന്നു, കുതിരപ്പുറത്ത് കയറി പുറപ്പെടുന്നു, രഥത്തിൽ കയറി പല്ലക്ക് അത് പല്ലക്ക് ശരിക്കും പറഞ്ഞ കൂടിയാട്ടത്തിൽ ഒരു പക്ഷെ ഞങ്ങളുടെ ഇതിൽ വരാത്തൊരു സംഭവമാണ്. പല്ലക്കിൽ കയറി പുറപ്പെടുന്നു. ഇങ്ങനെ ഇതിനൊക്കെ പ്രത്യേകിച്ച് ചില നടകൾ മാറ്റി ഉപയോഗിക്കാം എന്നൊക്കെ ഉള്ളൊരു ആലോചന ഇത് എത്രത്തോളം പ്രാവർത്തികമാവും എന്നെനിക്കറിയില്ല. രവികുമാറാണ് ഒരു ആശയം എന്നോട് സംസാരിക്കേണ്ടായത്.
എന്നാലും അതും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്താനുള്ള ഒരു ആഗ്രഹമുണ്ട്. അതോടൊപ്പം തന്നെ പിന്നെ ഹംസത്തിന്റെ ഭാഗം ഇവിടെ കാര്യമായിട്ടൊന്നും അതിൽ സൂചിപ്പിക്കുന്നില്ല ആട്ടപ്രകാരത്തിൽ, ഇന്ന് പറഞ്ഞ ആട്ടപ്രകാരത്തിൽ. പക്ഷെ അതിൽ തന്നെ ഇങ്ങനെ ഈ ഹംസത്തിന്റെ സന്ദേശം അവിടെ എത്തിക്കുന്നു, ഹംസം ദമയന്തിക്ക് അറിയിക്കുന്നു. ആ ഭാഗത്ത് ഹംസം ഇവിടെ നിന്ന് പുറപ്പെട്ട് അവിടെ എത്തുന്നവരെയുള്ള ആ ഒരു സഞ്ചാരത്തിന് നമ്മൾ പഞ്ചാരിയുടെ ഒരു താളവട്ടം രണ്ട് രീതിയിൽ ഇങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളൊരു ആശയം ഉണ്ടായിട്ടുണ്ട്. അതും ഒരു പുതിയ ഇതിന്റെ ഒരു ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു സംഭവമായിട്ട് കണക്കാക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മിഴാവിനെ കൂടിയാട്ടത്തെ സംബന്ധിച്ച് നമുക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ പെട്ടെന്ന് താളങ്ങൾ മാറ്റി അങ്ങനെ ചിട്ടപ്പെടുത്താൻ കഴിയാത്ത ഒരു പരിമിതി നല്ലോണമുണ്ട്. കാരണം വെച്ചാൽ പൂർണ്ണമായും അപ്പുണ്ടാവുന്ന അഭിനയത്തിന് അതിന്റെ അനുഭവം വരാൻ പാകത്തിന് കൊട്ടിക്കൊടുക്കുന്ന രീതിയാണ്. താളം മാറ്റിയാൽ പോലും കൊട്ടിന്റെ രീതിക്ക് ഒരു മാറ്റവും ഉണ്ടാവില്ല. ഇപ്പൊ നമ്മള് പല താളങ്ങളും പുതിയ താളം ഞങ്ങൾ ഉപയോഗിച്ചു, ധ്രുവതാളത്തിൽ കൊട്ടി അല്ലെങ്കിൽ കുണ്ടനാച്ചി താളത്തിൽ കൊട്ടി എന്നൊക്കെ പറയാമെങ്കിലും ഇതിന്റെ കൊട്ടിന്റെ വിന്യാസം വരുന്നത് ഒരേപോലെ തന്നെയാണ്. അപ്പോ അറിയുന്ന ആളുകൾക്ക് അറിയാം ആ താളം മാറി എന്നല്ലാണ്ട് അടിയുടെ ഇപ്പോ ത്രിപുട 2 ത്രിപുട 14 മാത്രയാണ്. അതേപോലെ തന്നെ ഇപ്പോ ഒരു ചതുരശ്രതാടി ത്രിപുട എന്ന് പറയുന്നത് വേറൊരു 8 മാത്രയിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ ഏകതാളം പറഞ്ഞ 4 2 8 ഇങ്ങനെയൊക്കെയുള്ള കണക്കുകളേ ഉള്ളൂ. അതുപോലെ തന്നെ ധ്രുവതാളം 16 മാത്രയാണ്, അത് 6 14 മാത്രം 6 4 4 എന്നുള്ള വിന്യാസത്തിൽ കുറച്ചുകൂടി നീളം കൂടുന്നു എന്നല്ലാണ്ട് പ്രത്യേകിച്ച് താളം ഇന്ന താളത്തിൽ ഞങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഒരു പുതുമ തോന്നാൻ പാകത്തിനുള്ള ഒരു കൊട്ടിന്റെ രീതിയല്ല ഈ നമ്മുടെ കൂടിയാട്ടത്തിന്റെ മിഴാവിന്റെ എന്നുള്ളതാണ് ഒരു പരിമിതി. അതുകൊണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ചാരികൾ കൊണ്ടുവരാൻ സാധിക്കും. പുതിയ ഒരു ചാരികൾ പുതിയത് സൃഷ്ടിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു അന്വേഷണം നമ്മുടെ ഇപ്പോ എന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു അന്വേഷണമുണ്ട്. ഇപ്പൊ നിലവിലുള്ള ചാരികളില്ലാതെ ഈ താളത്തിൽ ഇത് അടിസ്ഥാനമാക്കിയിട്ട് ചാരികൾ കൊണ്ടുവരാൻ സാധിക്കുമോ? അതുപോലെ തന്നെ ഇപ്പോ ഈ പറഞ്ഞ പോലെ ഹംസത്തിന്റെ ഒക്കെ ഈ സഞ്ചാരത്തിന് ഏതെങ്കിലും രീതിയിൽ പുതിയ താളങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു സഞ്ചാര ഗതിയുടെ ആ ഒരു ഒഴുക്ക് കിട്ടുന്ന രീതിയിലുള്ള കൊട്ട് കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ എന്തായാലും ഭാവിയിൽ നമുക്ക് ഇത്തരം കുറച്ചും കൂടി അന്വേഷണം കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ ഇപ്പോ നേരത്തെ പറയുമ്പോൾ കലിദ്വാപരന്മാര് നമ്മൾ കഥകളി കാണുമ്പോൾ ആ ശ്ലോകം ചൊല്ലി ആദ്യത്തെ ആ ഒരു ഇതോടുകൂടി തന്നെ അവിടെ ഒരു വല്ലാത്തൊരു അന്തരീക്ഷം, ഈ കഥാപാത്രങ്ങളുടെ പ്രവേശത്തെ സൂചിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവും. ഇവിടെ മിഴാവിന് ചെയ്യാൻ സാധിക്കുന്നത് നമുക്ക് ആ ശബ്ദം കൊണ്ട് ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് പാട്ടോ അല്ലെങ്കിൽ ഒരു ശ്ലോകമോ, നമുക്ക് ശ്ലോകമുണ്ട്, അത് പ്രവേശക ശ്ലോകം അരങ്ങത്തിരിച്ച് ചൊല്ലും, പക്ഷെ അതൊരിക്കലും നമുക്കൊരു പ്രത്യേക അന്തരീക്ഷം ഉണ്ടാക്കുന്നതൊന്നുമല്ല. അതൊരു അനുഷ്ഠാനത്തിന്റെ ചടങ്ങിന്റെ ഭാഗമായിട്ട് ചെല്ലുന്നതാണ്. പക്ഷെ ഇവിടെ നമുക്ക് ആകെ ചെയ്യാൻ സാധിക്കുന്ന മേളത്തിന്റെ സ്വഭാവം, ആ കൊട്ടിന്റെ രീതിയും അതിന്റെ ശബ്ദം കൊണ്ടുള്ള കയറ്റിറക്കങ്ങൾ കൊണ്ട് കലിദ്വാപരന്മാരുടെ വരവിനെ സൂചിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കാൻ സാധിക്കും. അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ ചെയ്യാൻ സാധിക്കുന്നത്. എൻ്റെ അറിവിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തായാലും ഇനി ഭാവിയിൽ ഇത്തരം അവതരണങ്ങൾക്ക് നമുക്ക് കുറച്ചും കൂടി തയ്യാറെടുപ്പോടുകൂടി മുന്നൊരുക്കം നടത്തി ചെയ്യാൻ സാധിക്കും എന്ന് പ്രതീക്ഷിച്ചു. പ്രത്യേകിച്ച് നളചരിതം പോലൊരു ആട്ടക്കഥ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നേരത്തെ ശ്രീദേവി ടീച്ചർ വളരെ രസകരമായിട്ട് ഇവിടെ പറയുകയുണ്ടായി. അത് വളരെ നാടകീയമായ നിൽക്കുന്ന ഒരു ആട്ടക്കഥയാണ്. അപ്പൊ അതില് ഇത്തരം ഇതുകൾ കൊണ്ടുവരുമ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇതിലൊക്കെ ഉൾപ്പെടുത്താൻ ഇത്തരം താളങ്ങളോ ഇതൊക്കെ മാറ്റി വിന്യാസങ്ങൾ മാറ്റി മേളത്തിന് പ്രാധാന്യം കൊടുക്കാനൊക്കെ സാധിക്കുമോ എന്നുള്ള സംശയമാണ്. എങ്കിലും ഇത്തരം കാര്യങ്ങളിൽ ഈ ഭാവിയിൽ നമ്മൾ ചെയ്യാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എനിക്ക് ഇവിടെ ഇങ്ങനൊരു ഇതിന്റെ ഭാഗമായിട്ട് സംസാരിക്കാൻ അവസരം തന്നതിന് ഭാരവാഹികളുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.